ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് മേജർ എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഗാർഡൻ ഡിസൈനിങ് അതുപോലെ തന്നെ മെയിൻ്റനൻസ് ഓഫ് ഗാർഡൻ എന്നീ 2 പോർഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഗാർഡൻ ആണ്. എവിടെയാണോ നമ്മൾ ഗാർഡൻ സെറ്റ് ചെയ്യുന്നത് അത് ബേസ് ചെയ്തിട്ട് നമുക്ക് ഗാർഡൻസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗാർഡൻ എന്നും മറ്റൊന്ന് ഹോം ഗാർഡൻ എന്നും. ആദ്യമായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗാർഡൻ. എ ഗാർഡൻ വിൽ ആഡ് ദ ബ്യൂട്ടി ഓഫ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. മോസ്റ്റ് ഓഫ് അവർ ക്യാമ്പസസ് ആർ ബാരൻ വിത്തൗട്ട് ഗാർഡൻ. നമ്മുടെ അധിക സ്കൂൾ ക്യാമ്പസിലാണെങ്കിലും കോളേജ് ക്യാമ്പസസിലാണെങ്കിലും ഗാർഡൻസ് ഇല്ല. ഗാർഡൻസ് ഉണ്ടെങ്കിൽ അത് ആ ക്യാമ്പസിൻ്റെ ബ്യൂട്ടി നന്നായിട്ട് വർദ്ധിപ്പിക്കും. നമ്മൾ താഴെ കാണുന്ന പിക്ചറിൽ സെൻട്രൽ ലൈബ്രറിയുടെ മുമ്പിലുള്ള കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ സെൻട്രൽ ലൈബ്രറിയുടെ മുന്നിലുള്ള ഒരു ഗാർഡനാണ് കാണിച്ചിട്ടുള്ളത്. ഈ 2 പിക്ചറിൽ നല്ല ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്യാമ്പസും അതുപോലെ വെറും ബിൽഡിംഗ് മാത്രം മുന്നിൽ ഗാർഡൻ ഒന്നുമില്ലാത്ത ഒരു ക്യാമ്പസും കാണിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഈ 2 ക്യാമ്പസിലും അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾ പ്രിഫർ ചെയ്യുക ആദ്യത്തേതായിരിക്കും. കാരണം ആ ക്യാമ്പസിലെ ഗാർഡൻ ആ ക്യാമ്പസിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നു. ഇനി നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗാർഡൻ കൊണ്ട് ഉള്ള അഡ്വാൻറ്റേജസ് അഥവാ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് വിൽ ക്രിയേറ്റ് ആൻ ഈസ്തെറ്റിക് സെൻസ് ഇൻ ഫ്യൂച്ചർ സിറ്റിസൺസ്. ഭാവിയിലെ പൗരന്മാരിൽ ഒരു ഗാർഡൻ നല്ലതായിട്ട് ആസ്വദിക്കാനുള്ള ഒരു കഴിവ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇറ്റ് വിൽ റെഡ്യൂസ് നോയിസ് ആൻഡ് എയർ പൊല്യൂഷൻ. മലിനീകരണം, വായു മലിനീകരണവും ശബ്ദ മലിനീകരണവും കുറയ്ക്കുവാൻ ഗാർഡൻസ് ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് പ്രൊവൈഡ്സ് ഷെയ്ഡ് ആൻഡ് ബ്യൂട്ടി ടു ദ ക്യാമ്പസ്. ക്യാമ്പസിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നു, അതുപോലെ തന്നെ ക്യാമ്പസിന് ആവശ്യമുള്ള തണൽ നൽകുന്നു. ഇത്രയും 3 നേട്ടങ്ങളാണ് നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗാർഡൻ സെറ്റ് ചെയ്യുന്നത് കൊണ്ട് കിട്ടുന്നത്. ഇനി ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗാർഡൻ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം. ഒന്നാമതായിട്ട് എൻട്രൻസിൽ, അതായത് അതിലേക്ക് കടക്കുന്ന ഗേറ്റിൻ്റെ സൈഡിലായിട്ട്, ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് കടക്കുന്ന ഗേറ്റിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ബോഗൻ വില്ല പോലെ പടർന്നു കയറുന്ന പ്ലാന്റ്സ് വളർത്തിയാൽ അത് നല്ലതായിരിക്കും. മറ്റൊന്ന് റോഡ് സൈഡിലൂടെ, റോഡിലേക്ക് വിസിബിൾ ആയിട്ടുള്ള ഭാഗത്ത് ബോട്ടിൽ ബ്രഷ് പോലെയുള്ള പ്ലാന്റ്സ്, ഈ 2ാമത്തെ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബോട്ടിൽ ബ്രഷ് പോലെയുള്ള പ്ലാന്റ്സ് നട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ക്യാമ്പസിലേക്ക് കടന്നു വരുന്ന ഒരാളെ പെട്ടെന്ന് ആകർഷിക്കും. അതുപോലെ ഇതിനൊരു ഷോർട്ട് സ്ട്രക്ചറാണുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഒരു ഫ്രണ്ട് സൈഡിൽ കൊടുക്കാൻ പറ്റിയ ഫ്ലവറിംഗ് ട്രീ ആണ്. നെക്സ്റ്റ് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പാത്വേസ്. നടക്കുന്ന വഴികളുടെ 2 സൈഡിലായിട്ട് ഹെഡ്ജസ്. ഈ 1ാമത്തെ പിക്ചറിൽ ഹെഡ്ജസ് നിങ്ങൾക്ക് കാണാം. ഹെഡ്ജസ് കൊടുക്കുന്നത് ഗാർഡൻ്റെ ബ്യൂട്ടി ആഡ് ചെയ്യും. കൂടാതെ പ്ലേ ഗ്രൗണ്ടിന് ചുറ്റും നമുക്ക് ഹെഡ്ജസ്, അതുപോലെ ഷ്രബ്സ് ഉപയോഗിച്ചിട്ട്, കുറ്റിച്ചെടികൾ ഉപയോഗിച്ചിട്ടുള്ള ഹെഡ്ജസ് ഉണ്ടാക്കാം. അതുപോലെ സൈഡിലൂടെ മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്യാം. പിന്നെ സ്കൂൾ കോമ്പൗണ്ടിൻ്റെ ബോർഡേഴ്സിലൂടെ സൈഡുകളിലൂടെ നമുക്ക് മരങ്ങൾ വെച്ച് പിടിപ്പിക്കാം. ബൗണ്ടറീസിലൂടെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാം. മരങ്ങൾ എന്ന് പറയുമ്പോൾ ഫ്ലവറിംഗ് ആയിട്ടുള്ള മരങ്ങളും അതുപോലെ ഇലകൾ ഭംഗി നൽകുന്ന മരങ്ങളും ഉപയോഗിക്കാം. കണിക്കൊന്ന, മന്ദാരം, ചെമ്പകം തുടങ്ങിയിട്ടുള്ള ഫ്ലവറിംഗ് ട്രീസ് നമുക്ക് സ്കൂളിൻ്റെ ബൗണ്ടറിയിലൂടെ വെച്ച് പിടിപ്പിക്കാം. ഇങ്ങനെ ബൗണ്ടറിയിലൂടെ, ഈ ഫസ്റ്റ് പിക്ചറിൽ തന്നിട്ടുള്ളത് കണിക്കൊന്നയാണ്. ഇങ്ങനെ ബൗണ്ടറിയിലൂടെ വലിയ ട്രീസ് വെച്ച് പിടിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കുറയും? സൗണ്ട് പൊല്യൂഷനും എയർ പൊല്യൂഷനും കുറയും. അതുപോലെ നല്ല കാറ്റുള്ള പ്രദേശങ്ങളിലാണെങ്കിൽ കാറ്റിനെ തടഞ്ഞു നിർത്താനും മരങ്ങൾ സഹായിക്കും. 2ാമത്തെ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം സ്കൂളിൻ്റെ വരാന്തയുടെ സൈഡിലൂടെ നമുക്ക് പോട്ടഡ് പ്ലാന്റ്സ്, ചട്ടികളിൽ വളർത്തിയ, ചെടിച്ചട്ടികളിൽ വളർത്തിയ ഇൻഡോർ പ്ലാന്റ്സ് വെക്കുന്നതും ഗാർഡൻ്റെ ഭംഗി കൂട്ടും.
ഇതുവരെ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗാർഡൻ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരു തവണ പറഞ്ഞു, ഒന്നുകൂടി പറയാം. ഒന്നാമത്തെ പോയിന്റ്, ദർ ഷുഡ് ബി എ മാസ്റ്റർ പ്ലാൻ, ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. രണ്ടാമത്, മെയിൻ്റനൻസ് ഷുഡ് ബി ലെസ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗാർഡനിൽ നമുക്ക് ഗാർഡൻ മെയിൻ്റനൻസ് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ലോൺസ്, പുൽത്തകിടി, ഫ്ലവർ ബെഡ്സ്, ഹെഡ്ജസ് തുടങ്ങിയിട്ടുള്ള ഫ്രീക്വൻറ്റ് മെയിൻ്റനൻസ് എപ്പോഴും നമ്മൾ വെട്ടിക്കൊടുക്കുകയും മറ്റും ചെയ്യേണ്ടതായിട്ടുള്ള ഗാർഡൻ കോമ്പോണൻസ് ഒഴിവാക്കുന്നതാണ് നല്ലത്. നാലാമത്, പ്ലാന്റിംഗ് ഓഫ് ട്രീസ് ആൻഡ് ഷ്രബ്സ് ആർ പ്രിഫേർഡ്. ഫിഫ്ത്ത് പോയിന്റ്, ബൗണ്ടറി മേ ബി പ്ലാന്റഡ് വിത്ത് ട്രീസ് വിത്ത് എ ക്ലോസ് കാനോപ്പി ടു റെഡ്യൂസ് ഡസ്റ്റ് ആൻഡ് പ്രൊട്ടക്ട് ഫ്രം വിൻഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു. സിക്സ്ത് പോയിന്റ്, ക്ലൈംബേഴ്സ് ലൈക്ക് ബൊഗൻവില്ല മേ ബി ട്രെയിൽഡ് ഓൺ വാൾസ് നിയർ എൻട്രൻസിൻ്റെ സൈഡിലൂടെ ബൊഗൻവില്ല പോലെയുള്ള ഫ്ലവറിംഗ് ആയിട്ടുള്ള ക്ലൈംബേഴ്സ് പടർത്തുന്നത് നല്ലതായിരിക്കും. സെവൻത്ത് പോയിന്റ്, കോറിഡോർസ് മേ ബി ഡെക്കറേറ്റഡ് വിത്ത് പോട്ടഡ് പ്ലാന്റ്സ്. വരാന്തകളിലൂടെ ഇൻഡോർ പ്ലാന്റ്സ് വെക്കുന്നത് നല്ലതായിരിക്കും. നെക്സ്റ്റ്, ത്രൂ അവന്യൂസ് ആൻഡ് റോഡ് സൈഡ്സ് മീഡിയം സൈസ്ഡ് ഫ്ലവറിംഗ് ട്രീസ് ലൈക്ക് ബോട്ടിൽ ബ്രഷ് ക്യാൻ ബി പ്ലാന്റഡ്. Last point, shrubs may be planted along paths and around playground. നമ്മൾ നേരത്തെ പറഞ്ഞു, രണ്ട് തരം ഗാർഡൻസ് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗാർഡനും അതുപോലെ തന്നെ ഹോം ഗാർഡൻ. ഹോം ഗാർഡൻ എന്തൊക്കെയാണ് നമുക്ക് തരുന്ന ബെനിഫിറ്റ്സ്? ഇറ്റ് വിൽ ഇൻക്രീസ് ദ ബ്യൂട്ടി ആൻഡ് റിയൽ എസ്റ്റേറ്റ് വാല്യൂ ഓഫ് ദ ഹൗസ്. വീടിൻ്റെ ഭംഗി കൂട്ടുന്നതിനോടൊപ്പം വിൽപ്പന വിലയും കൂടുന്നതിന് എന്ത് സഹായിക്കും? ഗാർഡൻ ഉണ്ടെങ്കിൽ അത് സഹായിക്കും. While designing a home garden, the taste of owner is to be taken care of. നമ്മൾ പല വീടുകളിലും നമ്മളുടെ വീടുകളിൽ തന്നെയും ഗാർഡൻസ് കണ്ടിട്ടുണ്ട്. ഓരോ വീട്ടിലെയും ഗാർഡൻ ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം എന്താണ്? ഓരോ ഗൃഹനാഥൻ്റെയും താല്പര്യമനുസരിച്ച് ഗാർഡൻ വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പം നമ്മളൊരു ഗാർഡൻ ഡിസൈൻ ചെയ്യുമ്പോൾ, ഹോം ഗാർഡൻ ഡിസൈൻ ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് ആരുടെ അഭിരുചിയാണ്? ഗൃഹനാഥൻ്റെ, ഹൗസ് ഓണറുടെ അഭിരുചി അനുസരിച്ച് വേണം നമ്മൾ ഹോം ഗാർഡൻ ഡിസൈൻ ചെയ്യേണ്ടത്. ഒരു ഹോം ഗാർഡൻ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം, ഒരു ഗാർഡൻ്റെ പുറകു ഭാഗത്തായിട്ട് ഒരുപാട് ഷ്രബ്സ്, കുറ്റിച്ചെടികൾ, അല്ലെങ്കിൽ നമുക്ക് സ്ഥലം കൂടുതലുണ്ടെങ്കിൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാം. വെച്ച് പിടിപ്പിക്കുന്ന മരങ്ങളും അതുപോലെ ഷ്രബ്സും ന്യൂട്രൽ കളർ ആയിരിക്കണം. നമ്മൾ ന്യൂട്രൽ കളേഴ്സ് മുമ്പത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഗ്രീൻ, ബ്ലാക്ക്, വൈറ്റ്, ഇത് മൂന്നുമാണ് ന്യൂട്രൽ കളേഴ്സ് എന്ന് പറയുന്നത്. ആ കളേഴ്സ് ആയിരിക്കണം ബാക്ക്ഗ്രൗണ്ട് കൊടുക്കേണ്ടത്. രണ്ടാമത്തെ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം, ഈ ഗാർഡനിൽ സെൻറ്ററിലായിട്ട് ഒരു ലോൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഹോം ഗാർഡനിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ലോൺ എന്ന് പറയുന്നത്. ആ ഗാർഡൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ലോൺ കൊടുക്കണം. പിന്നീട് നമുക്ക് ഏത് ഗാർഡൻ കോമ്പോണൻസ് വേണമെങ്കിലും ഹോം ഗാർഡനിൽ ആഡ് ചെയ്യാം. നല്ല മെയിൻ്റനൻസ് വേണ്ട ഗാർഡൻ കോമ്പോണൻസും നമുക്ക് ഹോം ഗാർഡൻ ആവുമ്പോൾ ആഡ് ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ പിക്ചറിൽ നിങ്ങൾക്കൊരു ഷ്രബറി, എന്താ കണ്ടോ, ഷ്രബറിയുടെ പിക്ചർ കാണാം. ഷ്രബറി നമുക്ക് വേണമെങ്കിൽ ഹോം ഗാർഡനിൽ ആഡ് ചെയ്യാം. അതുപോലെ റോസ് പൂക്കൾ ഇഷ്ടപ്പെടാത്ത ആരുമില്ല. റോസ് ബെഡ് നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ ഗാർഡൻ്റെ ഒരു ഭാഗമായിട്ട് ചേർത്താം. മറ്റൊരു ഗാർഡൻ കോമ്പോണൻ്റ് ആണ് റോക്കറി ആഡ് ചെയ്യാം. കണ്ടോ, ഈ പിക്ചറിൽ നമുക്ക് റോക്കറി കാണാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു ഗാർഡൻ കോമ്പോണൻ്റ് ആണ് ലില്ലി പൂൾ. നമുക്ക് നാച്ചുറലായിട്ട് ഡിപ്രഷൻസ് ഉണ്ടെങ്കിൽ, നമ്മളുടെ ഫീൽഡിൽ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് നാച്ചുറലായിട്ട് തന്നെ ഒരു ലില്ലി പൂൾ സെറ്റ് ചെയ്യാം. ഇനി ഇതിൽ തന്നെ ഫസ്റ്റ് പിക്ചറിൽ നമുക്കൊരു ഗ്രീൻ ഹൗസിൻ്റെ പിക്ചർ കാണാൻ പറ്റും. ഒരു ഗ്രീൻ ഹൗസ് ഉണ്ടാക്കാനുള്ള സാമ്പത്തിക സ്ഥിതി നമ്മളുടെ ഹൗസ് ഓണറിന് ഉണ്ടെങ്കിൽ നമ്മളുടെ ഹോം ഗാർഡൻ്റെ ഭാഗമായിട്ട് ഒരു ഗ്രീൻ ഹൗസ് സെറ്റ് ചെയ്യാം. ഗ്രീൻ ഹൗസിൽ നമുക്ക് ധാരാളം ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ടാക്കാൻ പറ്റും. മറ്റൊന്ന് ട്രീസ്, മരങ്ങൾ വെച്ച് പിടിപ്പിക്കാം. ഫ്ലവറിങ് ആയിട്ടുള്ള ബൊഹീനിയ, മന്ദാരം, അതുപോലെ ചെമ്പകം, കണിക്കൊന്ന മുതലായിട്ടുള്ള മരങ്ങൾ നമുക്ക് ഗാർഡനിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റും.
ഗാർഡനിലേക്ക് ബേർഡ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളർത്താവുന്ന ഒരു ചെടിയാണ് മുരിക്ക് മരം അല്ലെങ്കിൽ എറിത്രീന എന്ന് പറയുന്ന റെഡ് ഫ്ലവേഴ്സ് ഉള്ള ഈ മരം ബേർഡ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോം ഗാർഡനിലെ ഏതെങ്കിലും ഒരു കോർണേഴ്സിൽ നമുക്ക് സ്ഥല സൗകര്യം ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുന്നത് ബേർഡ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ സഹായിക്കും. ഒരു ഹോം ഗാർഡൻ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒരു തവണ പറഞ്ഞു, ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്, ബാക്ക്ഗ്രൗണ്ട് ഷുഡ് ബി എ വാൾ, tall tree or hedge which is neutral. The background should not distract beauty of the garden. അതായത് ഗാർഡൻ്റെ പുറകിൽ നമ്മൾ കൊടുക്കുന്ന മരങ്ങളാണെങ്കിലും ഷ്രബ്സ് ആണെങ്കിലും അതുപോലെ വെറും ചുമരാണെങ്കിലും അതിൻ്റെ കളറ് ന്യൂട്രൽ കളറായിരിക്കണം. ആ കളറ് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഗാർഡൻ്റെ ബ്യൂട്ടി ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പോകും. രണ്ടാമത്, സെൻറ്ററിൽ ലോൺ പ്ലാന്റ് ചെയ്യാണ് നല്ലത്. ലോണിൻ്റെ സെൻറ്ററിൽ ലോൺ നട്ടുപിടിപ്പിക്കുകയാണ് നല്ലത്. മൂന്നാമത്, ഷ്രബറി ബോർഡേഴ്സ്, ആനുവൽ ഫ്ലവർ ബെഡ്സ്, റോസ് ഗാർഡൻ, റോക്ക് ഗാർഡൻ, ലില്ലി പൂൾ എക്സെട്ര മേ ബി ഇൻക്ലൂഡഡ് ആസ് പെർ ഓണേഴ്സ് ടേസ്റ്റ്. ഓണറിൻ്റെ അഭിരുചിക്ക് അനുസരിച്ച് നമുക്ക് എന്ത് ഗാർഡൻ കോമ്പണൻറ്റ് വേണമെങ്കിലും ഹോം ഗാർഡനിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലവറിങ് പ്ലാന്റ്സിനെ പോട്ട്സിൽ, അതായത് ചട്ടികളിൽ ഫ്ലവറിങ് പ്ലാന്റ്സ് വേണമെങ്കിൽ നട്ടുപിടിപ്പിക്കാവുന്നതാണ്. മറ്റൊന്ന്, ഇഫ് ദ ഓണർ ക്യാൻ അഫോർഡ് ദ കോസ്റ്റ് ഓഫ് ഗ്രീൻ ഹൗസ് ഇറ്റ് മേ ബി ഇൻക്ലൂഡഡ്. ഓണർക്ക് ഒരു ഗ്രീൻ ഹൗസ് ഉണ്ടാക്കാനുള്ള സാമ്പത്തിക ചെലവ് താങ്ങാൻ കഴിയുമെങ്കിൽ നമുക്കൊരു ഗ്രീൻ ഹൗസ് കൂടി ഗാർഡൻ്റെ ഭാഗമായിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. സിക്സ്ത് പോയിന്റ്, എറിത്രീന ഇൻഡിക്ക ലൈക്ക് പ്ലാന്റ്സ് ക്യാൻ ബി പ്ലാന്റഡ് അറ്റ് ദ കോർണേഴ്സ് ടു അട്രാക്ട് ബേർഡ്സ്. പക്ഷികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് മുരിക്ക് മരം പോലെയുള്ള പ്ലാന്റ്സ് നമ്മളുടെ ഗാർഡൻ്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് നട്ടുപിടിപ്പിക്കുന്നത് നല്ലതായിരിക്കും, നമുക്ക് സ്ഥല സൗകര്യം ഉണ്ടെങ്കിൽ മാത്രം. സെവൻത്ത് പോയിന്റ്, ഫ്ലവറിംഗ് ട്രീസ് ലൈക്ക് കാഷ്യ ഫിസ്റ്റുല എന്ന് പറയുന്നത് കണിക്കൊന്ന, ഗുൽമോഹർ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ്, മെയ് ഫ്ലവർ, ചെമ്പകം, ബൊഹീനിയ, മന്ദാരം തുടങ്ങിയിട്ടുള്ള പ്ലാന്റ്സ് ഗാർഡൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ്. നമ്മുടെ നെക്സ്റ്റ് പോർഷനാണ് ലേ ഔട്ട് ഓഫ് ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഗാർഡൻ നട്ടുപിടിപ്പിക്കുന്നതിന് മുമ്പ് ഒരു പേപ്പറിൽ അതിൻ്റെ ഒരു പ്ലാൻ ഉണ്ടാക്കണം. നമ്മളിപ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ ഒരു പ്ലാൻ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഒരു ഗാർഡൻ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ നമ്മൾ വേറെ ഒരു ഷീറ്റ് ഓഫ് പേപ്പറിൽ ഉണ്ടാക്കുന്നതിനെയാണ് ലേ ഔട്ട് ഓഫ് ഗാർഡൻ എന്ന് പറയുന്നത്. ഈ താഴെയുള്ള പിക്ചറിൽ നമുക്ക് ഒരു ഗാർഡൻ്റെ ലേ ഔട്ട് കാണാൻ പറ്റും. പ്രിക്കോഷൻസ് ടു ബി ടേക്കൺ വൈൽ പ്രിപ്പയറിംഗ് എ ലേ ഔട്ട്. ഒരു ലേ ഔട്ട് ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഒന്നാമത്, ഷെയ്ഡഡ് ഏരിയാസ് ഷുഡ് ബി പ്ലാന്റഡ് വിത്ത് ഷെയ്ഡ് ലവിങ് പ്ലാന്റ്സ്. ഷെയ്ഡഡ് ഏരിയാസ് നമ്മളുടെ ഗാർഡനിൽ ഷെയ്ഡഡ് ഏരിയാസ് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്തുമാത്രമേ നടാവൂ? ഷെയ്ഡ് ലവിങ് പ്ലാന്റ്സ്. പ്രത്യേകിച്ച് ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ ഷെയ്ഡഡ് ഏരിയയിൽ തീരെ ഫ്ലവർ ചെയ്യില്ല. രണ്ടാമത്, ഡിസൈനർ ഷുഡ് ഇമാജിൻ ദ ഷേപ്പ് ആൻഡ് ഫോം ഓഫ് ദ പ്ലാന്റ് ആഫ്റ്റർ ഇയേഴ്സ്. നമ്മൾ നടുന്ന സമയത്ത് ചെടി വളരെ ചെറുതായിരിക്കും. പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോൾ മരങ്ങളും കുറ്റിച്ചെടികളും ഒക്കെ ഒരുപാട് വളർന്ന് അതിൻ്റെ ഷേപ്പും അതിൻ്റെ വലിപ്പവും ഒക്കെ വ്യത്യാസം വരും. ആ സമയത്ത് അതിൻ്റെ സ്ട്രക്ചർ ഡിസൈനർക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഇമാജിൻ ചെയ്യാൻ പറ്റണം. അതുപോലെ നല്ല പൊക്കമുള്ള മരങ്ങൾ ഒരിക്കലും ഇലക്ട്രിക് കമ്പികൾ പോണതിൻ്റെ സൈഡിൽ നടാൻ പാടില്ല. പിന്നീട് ഇലക്ട്രിക് കമ്പികളിൽ അത് തട്ടി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് ഉയരമുള്ള മരങ്ങൾ ഓവർഹെഡ് വയേഴ്സിൻ്റെ താഴെ നടരുത്. സ്റ്റഡി കെയർഫുള്ളി അതർ സ്പെസിമെൻ പ്ലാന്റ്സ് ഫോർ ദ ഗാർഡൻ. ആ ഗാർഡന് വേണ്ടിയിട്ട് മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള സ്പെസിമെൻ പ്ലാന്റ്സ് നമ്മൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. ഇനി ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്, ഒരു ലേ ഔട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ: ഒന്നാമത്, ഡ്രോ ദ ഔട്ട്ലൈൻ ഓഫ് ദ കോമ്പൗണ്ട്. നമ്മൾ എവിടെയാണ് ഡിസൈൻ ചെയ്യുന്നത്, ഹോം ഗാർഡൻ ആണെങ്കിലും സ്കൂൾ ഗാർഡൻ ആണെങ്കിലും ആ കോമ്പൗണ്ടിൻ്റെ ഒരു ഔട്ട്ലൈൻ വരയ്ക്കണം. അതിൽ പ്ലോട്ട് ബിൽഡിങ്സ്, ഡ്രൈവേസ് ആൻഡ് പാത്വേസ്. ബിൽഡിങ്സ് ഉണ്ടെങ്കിൽ നടവഴികളും അതുപോലെ വാഹനങ്ങൾ പോണ വഴികളും ഒക്കെ ഉണ്ടെങ്കിൽ അത് എവിടെ മാർക്ക് ചെയ്യണം? നമ്മളുടെ പ്ലാനിൽ മാർക്ക് ചെയ്യണം.
പ്ലോട്ട് അതർ ഫീച്ചേഴ്സ് വിത്ത് പെൻസിൽ. വേറെ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്, അപ്പോൾ കിണർ പോലെയുള്ളതോ വാട്ടർ സപ്ലൈ ഒക്കെ ഉണ്ടെങ്കിൽ അത് പെൻസിൽ വെച്ചിട്ട് മാർക്ക് ചെയ്യണം. ഡിവൈഡ് ദ ഏരിയ ടു കമ്പാർട്ട്മെൻറ്റ്സ്. ഈ നമ്മളുടെ ഏരിയ ഹോം ഗാർഡൻ ആണെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗാർഡൻ ആണെങ്കിലും ആ ഏരിയനെ നമ്മൾ പല ഭാഗങ്ങളായിട്ട് തിരിക്കണം. അപ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്ന ഏരിയ ഉണ്ടെങ്കിൽ അങ്ങനെ, സൂര്യപ്രകാശം നല്ലോണം കിട്ടുന്ന ഏരിയ ഉണ്ടെങ്കിൽ അങ്ങനെ, ഷെയ്ഡഡ് ഏരിയ ഉണ്ടെങ്കിൽ അങ്ങനെ, അങ്ങനെ നമ്മളുടെ ഏരിയനെ പല കമ്പാർട്ട്മെൻറ്റ്സ് ആക്കിയിട്ട് നമ്മൾ തിരിക്കണം. കംപ്ലീറ്റ് ദ ഡ്രോയിങ് വിത്ത് ഓൾ ഐറ്റംസ്. നമ്മൾ ഏതൊക്കെ ഗാർഡൻ കോമ്പോണൻസ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കണോ അതൊക്കെ വെച്ചിട്ട് ഡ്രോയിങ് കംപ്ലീറ്റ് ആക്കണം. ഒരു യൂണിഫോം സ്കെയിൽ എപ്പോഴും ഫോളോ ചെയ്യണം. 1:15 അല്ലെങ്കിൽ 1:20 എന്ന് പറയുന്ന ഒരു സ്കെയിൽ നമ്മൾ ഏത് സമയത്തും ഫോളോ ചെയ്യണം. ഇനി ഒരു ലേ ഔട്ട് ഉണ്ടാക്കാനുള്ള സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ഡിസൈഡ് ചെയ്യണം? ഒരു പ്രോപ്പർ സ്കെയിൽ ഡിസൈഡ് ചെയ്യണം. 2 സ്കെയിൽസ് പറഞ്ഞു, 1:20 അല്ലെങ്കിൽ 1:15 എന്ന് പറയുന്ന ഒരു സ്കെയിൽ നമ്മൾ ഡിസൈഡ് ചെയ്യണം. പിന്നെ മാർക്ക് ഷെയ്ഡഡ് ഏരിയ, എവിടെയാണ് തണൽ കൂടുതലുള്ളത് ആ ഭാഗങ്ങൾ മാർക്ക് ചെയ്ത് അവിടെ ഷെയ്ഡ് ലവിങ് പ്ലാന്റ്സ് നടാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യണം. മാർക്ക് ഫ്ലവർ ബെഡ്സ്, ഷ്രബറി ആൻഡ് ട്രീസ്. നമ്മൾ ഫ്ലവർ ബെഡ്സോ ഷ്രബറിയോ മരങ്ങളോ ഒക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏരിയാസ് എല്ലാം പ്രത്യേകം മാർക്ക് ചെയ്യണം. നമ്പർ ഓൾ ദ ഫീച്ചേഴ്സ് ഇൻ എ സെപ്പറേറ്റ് ഷീറ്റ്. ഏത് മരങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ആദ്യം നമ്പർ നമ്മളുടെ പ്ലാനിൽ ഇടാം. ആ നമ്പറിനനുസരിച്ച് ഏത് പ്ലാന്റ് ആണ് നടുന്നതെന്ന് മറ്റൊരു ഷീറ്റിൽ രേഖപ്പെടുത്താം. യൂസ് പ്രോപ്പർ സിംബൽസ് ഫോർ ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ്. ഓരോ ഗാർഡൻ ഫീച്ചേഴ്സിനും നമ്മൾ പ്രത്യേകം സിംബൽസ് ഉപയോഗിക്കണം. ഒരു ലേ ഔട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സിംബൽസ്, ജസ്റ്റ് കുറച്ച് സിംബൽസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബ്രോഡ് ലീവ്ഡ് ട്രീ ആണെങ്കിൽ ആദ്യത്തെ ഈ സിംബലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നാരോ ലീവ്ഡ് ട്രീ, ചെറിയ ഇലകളോട് കൂടിയ മരങ്ങളാണെങ്കിൽ ഈ സിംബലാണ് ഉപയോഗിക്കുക. ഡെസിജുവസ് ട്രീ, അതായത് ഇല പൊഴിച്ച് കളയുന്ന മരങ്ങളുണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന സിംബൽ ഈ മൂന്നാമത് തന്നിട്ടുള്ള സിംബലാണ്. ഷ്രബിന് ഉപയോഗിക്കുന്ന സിംബൽ ഇതാണ്. ഷ്രബ്സ് ഒരു ലൈനായിട്ട് നട്ടിട്ടുണ്ടെങ്കിൽ ഈ സിംബൽ ഉപയോഗിക്കുക. ഒരുപാട് ഷ്രബ്സ് എന്നുള്ള ഈ രീതിയിലുള്ള ഒരു സിംബലാണ് ഉപയോഗിക്കുക. ട്രിംഡ് ഷ്രബ്സ്, ഷ്രബ്സിനെ നമ്മൾ ട്രിം ചെയ്താണ് ഹെഡ്ജസ് ഉണ്ടാക്കുന്നത്. ഹെഡ്ജസിന് ഈ ഒരു സിംബലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഷ്രബ് ഗ്രൂപ്പ് നോട്ട് ഇൻ എ ലൈൻ, ഒരു ലൈനിലല്ലാതെ ഷ്രബറി, ഒരു കൂട്ടം ഷ്രബ്സ് നമ്മൾ ഒരുമിച്ച് നടുകയാണെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന സിംബലാണ് ഈ ആരോ മാർക്കിൻ്റെ നേരെ കാണുന്നത്. ഈ ഒന്നാമത് കാണുന്ന സിംബലാണ് ഒരു വള്ളിച്ചെടിയാണ് നമ്മൾ നടുന്നതെങ്കിൽ ഉപയോഗിക്കുന്ന സിംബൽ. ഗ്രാസസിനെ കാണിക്കുന്ന സിംബലാണ് ഇത്. നമ്മൾ നടക്കുന്ന വഴികളിൽ ഇഷ്ടിക പോലെയുള്ള താണ് പാകിയിട്ടുള്ളതെങ്കിൽ അത് സൂചിപ്പിക്കുന്ന സിംബലാണ് ഇവിടെ ഉള്ളത്. നെക്സ്റ്റ് വുഡൻ പ്ലാങ്ക്സ്, മരം കൊണ്ടുള്ള നടപ്പാതകളാണെങ്കിൽ അത് ഏതിങ്ങനെ കാണിക്കുന്നു. അത് അല്ല കല്ലുകളാണ് പാകിയിട്ടുള്ളതെങ്കിൽ അത് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു സിംബൽ ഉപയോഗിച്ചിട്ടാണ്. ഈ ഫസ്റ്റ് കാണിച്ചത് ബൗണ്ടറിയെ കാണിക്കുന്ന സിംബലാണ്. കമ്പി വേലിയാണ് ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ നമ്മൾ ഈ ഒരു സിംബൽ യൂസ് ചെയ്യും. കോമ്പൗണ്ട് വാൾ ആണ് ഉള്ളതെങ്കിൽ അതിന് ഈ ഒരു സിംബലാണ് നമ്മൾ യൂസ് ചെയ്യുക. നമ്മളുടെ ഗാർഡനിൽ തൂണുകളോ അതുപോലെ വിളക്ക് കാലുകളോ ഉണ്ടെങ്കിൽ ഇതേ ഒരു സിംബലാണ് യൂസ് ചെയ്യുക. വെള്ളത്തിൻ്റെ പോയിന്റ്സ്, വാട്ടർ പോയിന്റ്സ് കാണിക്കുന്നത് ഈ ഒരു സിംബൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഈ ഒരു സിംബലാണ് നമ്മളുടെ ലേ ഔട്ടിൽ യൂസ് ചെയ്യുന്നത്. ഡയറക്ഷൻ കാണിക്കുന്ന ആരോസ് ഇങ്ങനെയും ഉണ്ടാവാം, അല്ലെങ്കിൽ ഈ ഒരു രീതിയിലും സിംബൽസ് കൊടുക്കാവുന്നതാണ്. ഈ രീതിയിൽ തയ്യാർ ചെയ്ത ഒരു ലേ ഔട്ടാണ് ഇവിടെ കാണുന്നത്. ഇവിടെ പല ഗാർഡൻ കോമ്പോണൻസിനും നമ്മൾ പ്രത്യേകം സിംബൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പ്ലാന്റ് ആണോ ഉപയോഗിക്കുന്നത് ആ പ്ലാന്റിന് പ്രത്യേകം നമ്പറാണ് കൊടുത്തിട്ടുള്ളത്. ആ നമ്പറിൽ ഏത് പ്ലാന്റ് ആണ് നമ്മൾ നടുന്നത് എന്നുള്ളത് പ്രത്യേകം വേറൊരു ഷീറ്റിൽ കാണിക്കും. ഇത്രയാണ് ഗാർഡൻ്റെ ലേ ഔട്ട് നിർമ്മിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.